പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ച ആളോട് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഈ ഘട്ടത്തിൽ വലിയ വിവാദമായിട്ടുണ്ട്. എന്തായാലും കോന്നിയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ആ ചോദ്യം ഉണ്ടായത്. വീട്ടിൽ പോയി ചോദിക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ആ വാക്ക് ഒന്നുകൂടി കേൾക്കാം. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയത് തെറ്റായിപ്പോയെന്ന് ചോദ്യം ചോദിച്ച ദാസ് പി ജോർജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആവേശം കൊണ്ടാണ് ചോദ്യം ചോദിച്ചത്. പിണറായി വിജയൻ താൻ ആരാധിക്കുന്ന നേതാവാണ്. സംഭവ സമയത്ത് മദ്യപിച്ചിരുന്നു എന്നും ദാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞാൻ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതാണ്. ആ സിറ്റുവേഷനിൽ, ആ സാഹചര്യത്തിൽ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതാണ്. ഈ ആവേശം കൊണ്ട് മാത്രം ചോദിച്ചതാണ്. എൻ്റെ ഭാഗത്താണ് 100% തെറ്റ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ പ്രവർത്തിച്ചത്. ചേട്ടൻ ലേശം മദ്യപിച്ചിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നു. അതെ, ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. മുഖ്യമന്ത്രിക്ക് പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്നതിൽ ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? ഇത് സമനില തെറ്റിയ പരാമർശമാണ്. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മുഖ്യമന്ത്രിയെ മോശമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ട് അയാളുടെ മനോനില പരിശോധിക്കണമെന്ന്. ഇത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളാണ്. പാർട്ടി സഖാക്കൾ ആർക്കെങ്കിലും പാർട്ടിയോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ചോദിക്കണം മുഖ്യമന്ത്രിയോട്, അങ്ങയുടെ മനോനില ഒന്ന് പരിശോധിക്കണമെന്ന്. ആ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. ഈ വിവാദത്തോട് വാർത്താ സമ്മേളനത്തിൽ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. ആ മറുപടി കൂടി ഒന്നുകൂടി കേൾക്കാം. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളും ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. പിന്നെ ചില ഘട്ടത്തിൽ ചില പ്രത്യേക ആവേശക്കാരുണ്ടാവില്ല. പലതരത്തിലാണല്ലോ ആവേശം വരിക. ആ ആവേശത്തിൻ്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ശ്രീരാജ് ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, കോന്നിയിൽ നിന്ന് തുടങ്ങിയ വിവാദമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പിടിച്ചുകൊണ്ടൊരു വിവാദം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത്തവണ അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു വാക്ക്. മുൻപും ഇത് സമാനമായി ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ തരത്തിലുള്ള ഒരു വാക്ക് അത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം മുഖ്യമന്ത്രിയുടെ ഈ സ്വഭാവം മാറിയിട്ടില്ല എന്ന് പറയുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ കോൺഗ്രസിന്റെ സൈബർ സംഘങ്ങളൊക്കെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വിഷയമാണ് ഏറ്റെടുക്കുന്നത്. രുചീഷ്, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോന്നിയിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു മുഖ്യമന്ത്രിയോട് ഇത്തരത്തിൽ അട്ടച്ചാക്കൽ സ്വദേശിയായ ദാസ് പി ജോർജ് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറയുകയും മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന തരത്തിലായിരുന്നു. ഈ പ്രതികരണത്തിൽ, മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തിൽ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളടക്കം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയാണ് എന്ന് നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷേ ഇന്ന് രാവിലെ ദാസ് പി ജോർജ് നമ്മളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് താനൊരു ആവേശത്തിൽ ചോദിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമുള്ളതായിരുന്നു. കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഫണ്ട് തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതായിരുന്നു ദാസ് പി ജോർജിൻ്റെ ആശങ്ക. പക്ഷേ അത് ചോദിച്ച സമയം, സാഹചര്യം തെറ്റിപ്പോയി എന്ന് ദാസ് പി ജോർജ് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മറ്റൊരു തരത്തിൽ പ്രതികരിച്ചോ അല്ലെങ്കിൽ ആ ചോദ്യത്തെ അവഗണിച്ചോ മുന്നോട്ട് പോകാമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം നടത്തിയ പ്രതികരണം, മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചയാവുകയും ഇടതുമുന്നണിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തത്. മുൻപും സമാനമായ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾ, വിവാദങ്ങൾ വലിയ ചർച്ച ചെയ്തിട്ടുണ്ട്. മുൻപ് കൊല്ലത്ത് NK പ്രേമചന്ദ്രനെതിരെ നടത്തിയ പരനാറി പ്രയോഗമടക്കം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. ചെറ്റത്തരം, കഴിഞ്ഞ ദിവസങ്ങളിൽ G സുധാകരനെതിരെ നടത്തിയ ചെറ്റത്തരം പരാമർശമടക്കം വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിവാദമാകുന്നത് ഇടതുമുന്നണിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്തായാലും ഈ ചോദ്യം ചോദിച്ച വ്യക്തി പറയുന്നത് തനിക്കാണ് തെറ്റുപറ്റിയത്, സാഹചര്യം മാറിപ്പോയി അല്ലെങ്കിൽ ചോദിക്കേണ്ട സാഹചര്യത്തിലല്ലായിരുന്നു ചോദിച്ചത് എന്ന് ദാസ് പി ജോർജും പറയുന്നുണ്ട്. രുചേഷ്, ശരി ശ്രീരാജ്, എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്നത്.